നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. 34-കാരിയായ ഐശ്വര്യ ലക്ഷ്മി തെന്നിന്ത്യൻ തന്നെ അറിയപ്പെടുന്ന നായിക നടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പൊന്നിയിൻ സെൽവന് ശേഷമാണ് തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നടിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത്. 9 വർഷമായി തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമാണെങ്കിലും ഗോസിപ്പ് കോളങ്ങളിൽ ഒന്നും തന്നെ നടി അധികം ചെന്നുപെട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയം ഐശ്വര്യ ലക്ഷ്മിയും ചില ഫോട്ടോകളുമാണ്. താരം ബോളിവുഡ് നടനും സംവിധായകനുമായ കയോസ് ഇറാനിയുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് റെഡിറ്റിൽ അടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. താരം ഇറാനിക്കൊപ്പമുള്ള ചില ഫംഗ്ഷനുകളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതാണ് ഈ വാർത്തകൾക്ക് ആധാരമായിരിക്കുന്നത്. ബോളിവുഡിലെ മുതിർന്ന നടനും കൊമേഡിയനുമായ ബൊമൻ ഇറാനിയുടെ മകനാണ് കയോസ് ഇറാനി. ഇരുവരുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കയോസും ഐശ്വര്യയും കുറച്ചു കാലമായി പ്രണയത്തിലാണ് എന്നതാണ്. പതിയെ പതിയെ അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായ ഘട്ടത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. വ്യക്തിജീവിതം ഇരുവരും സ്വകാര്യമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അടുത്തറിയുന്നവർ പറയുന്നത് ഇവർ പരസ്പരം ഏറെ പ്രതിബദ്ധതയോടെയാണ് ഈ ബന്ധത്തെ കാണുന്നത് എന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യയെ തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബോളിവുഡ് സുഹൃത്ത് വലയങ്ങൾക്കും കയോസ് ഇറാനി ഇതിനോടകം തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായും ഉറപ്പായ ശേഷമാണ് അദ്ദേഹം കുടുംബാംഗങ്ങൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഐശ്വര്യയെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നതാണ് ബോളിവുഡ് സിനിമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഐശ്വര്യയുടെ കുടുംബാംഗങ്ങളെയും അടുത്ത സുഹൃത്തുക്കളെയും കയോസ് ഇതിനോടകം കണ്ടുമുട്ടിയതായും ഇത് ബന്ധം കൂടുതൽ ഗൗരവമുള്ള ഘട്ടത്തിലേക്ക് എത്തിയെന്ന സൂചനകളും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇരുവരുടെയും കുടുംബങ്ങൾ ഈ ബന്ധത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അടുത്തിടെ നടന്ന ആകാംക്ഷ രഞ്ജിത്തിന്റെ വിവാഹ ചടങ്ങിൽ ഇരുവരും ഒരുമിച്ചെത്തിയതോടെ പ്രണയ അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമാവുകയായിരുന്നു. ചടങ്ങിൽ ഉടനീളം ഇരുവരും ഒരുമിച്ചാണ് സമയം ചെലവഴിച്ചത് എന്നതാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ചടങ്ങിൽ നിന്നും ഇരുവരുടെയും ഫോട്ടോകളും പുറത്തു വന്നിട്ടുണ്ട്. വിവാഹ ചടങ്ങിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ജോഡികളിൽ ഒന്നായി ഇവർ മാറിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധത്തിനൊപ്പം പ്രൊഫഷണൽ തലത്തിലും ഇരുവരും ഒന്നിക്കുന്നു എന്ന അഭ്യൂഹങ്ങളും സിനിമാ രംഗത്ത് പ്രചരിക്കുന്നുണ്ട്. കയോസ് ഇറാനി വരാനിരിക്കുന്ന ഒരു ചിത്രത്തിൽ ഐശ്വര്യ ലക്ഷ്മി അഭിനയിക്കാം എന്ന സൂചനകളും നൽകുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇരുവരുടെയും ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കയോസ് ഐശ്വര്യയോ ഇതുവരെ പ്രണയ അഭ്യൂഹങ്ങളോട് പൊതുവേദികളിൽ പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ വിവാഹം വേണ്ട എന്ന തീരുമാനം പുനരാലോചിക്കും എന്ന് ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞിരുന്നു. പ്രണയത്തിലായതുകൊണ്ടാണോ നടി ഇങ്ങനെ പറഞ്ഞിരുന്ന സംശയവും ആരാധകർക്ക് ഇപ്പോൾ ഉയരുന്നുണ്ട്. പാരന്റ്സ് ആഗ്രഹിക്കുന്നത് പോലെ പലതും ചെയ്തു എന്നതിനൊപ്പം തന്നെ അവർ ഒരുപാട് എതിർക്കുന്ന കാര്യങ്ങളും ഞാൻ ദിവസേന ചെയ്യാറുണ്ട്. അവർക്ക് തലവേദന ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സ്ഥിരമാണ്. പക്ഷെ ഇന്നും ഒരു വിവാഹ ബന്ധം നിലനിൽക്കുവാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഗാട്ടാ ഗുസ്തി 2 എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു കുട്ടി വേണം എന്ന ആഗ്രഹം എനിക്ക് ഉണ്ടായി. കാരണം ആ സിനിമയിൽ ഞാൻ ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. ആ കുട്ടിയുമായുള്ള ബന്ധം ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയും എനിക്കൊരു കൊച്ചുകുട്ടിയായുള്ള ഇന്ററാക്ഷൻ ഇത്രയടുത്ത് ഉണ്ടായിരുന്നില്ല. ആ അമ്മയായി അഭിനയിക്കുമ്പോൾ എന്നിലുള്ള ഒരു അമ്മയെ ഞാൻ കണ്ടു എന്നാണ് ഐശ്വര്യ ലക്ഷ്മി പറയുന്നത്. ഒരു അമ്മയാവാനുള്ള ആഗ്രഹം ഞാൻ അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. ആ ഒരു വികാരം എനിക്കുണ്ടായപ്പോൾ നേരത്തെ വിവാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും ചിന്തിച്ചു എന്നാണ് ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഐശ്വര്യ ഇൻസ്റ്റഗ്രാം പൂർണ്ണമായും ഒഴിവാക്കി എന്നതായിരുന്നു. കരിയറിൽ ഉപകാരപ്പെടുമെന്ന് കരുതിയ സമൂഹ മാധ്യമങ്ങൾ തന്നെ മോശമായി സ്വാധീനിക്കാൻ തുടങ്ങിയതോടെയാണ് പിന്മാറ്റം എന്നായിരുന്നു ഐശ്വര്യ അന്ന് പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ ജോലിയെയും ചിന്തയെയും സംസാരത്തെയും ബാധിക്കാൻ തുടങ്ങി. ചെറു സന്തോഷങ്ങളിൽ പോലും ആനന്ദം കണ്ടെത്തുവാൻ കഴിയാതെയായി വിസ്മരിക്കപ്പെടാനുള്ള സാധ്യത ഏറെക്കുറയാണെന്നും അന്ന് ഐശ്വര്യ ലക്ഷ്മി പറയുകയുണ്ടായി. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗൗരവകരമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഐശ്വര്യയുടെ ആ വാക്കുകൾ നൽകിയിരുന്നത്.